എടാ, മാർക്കോയെ പോലുള്ള ഗുണ്ടകളുണ്ടല്ലോ, അവരെ വിശ്വസിക്കാം. പക്ഷെ നിന്നെ പോലെ നേരും നെറിയില്ലാത്തവരെ ഒന്നും ഈ ജന്മം വിശ്വസിക്കാൻ പറ്റത്തില്ല. എടോ വാമ, നീ ഒന്ന് വായടച്ച് വെക്കടാ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ലെന്ന്. നിന്റെ തലയ്ക്ക് വെളിവില്ലാത്ത സമയത്ത് നീ എന്തൊക്കെയാ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? വിശ്വനാഥനെ കൊന്നു നീ പറഞ്ഞ കൂട്ടത്തില് എന്റെ പേരും പറയുമായിരുന്നു. പ്രത്യേകിച്ച് എന്നെ കാണുമ്പോ എടാ കൊലയാളി കൊലയാളി എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. അത് സത്യമല്ലേ? എന്തോന്ന് സത്യം? എന്നാ പിന്നെ സംഭവം നടന്നു കഴിഞ്ഞപ്പോഴേ നിനക്കത് വിളിച്ചു പോയിക്കൊണ്ട് നടന്നുകൂടായിരുന്നു? എന്റെ വാമ, ഒരാൾക്ക് സമനില തെറ്റിക്കഴിഞ്ഞാ അയാൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ എന്താണെന്ന് അയാൾക്ക് അറിയാൻ പറ്റുവോ? അതുകൊണ്ട് ഇപ്പൊ എന്തായി? നിന്റെ മോടെ ജീവിതം പോലും ഇപ്പൊ ക്വസ്റ്റ്യൻ മാർക്കാ. ഓ, ഉണ്ണി ഇതൊക്കെ അറിഞ്ഞു കാണുമോ എന്തോ? ഇല്ല, അറിയത്തില്ല. അവന് മാത്രം ചെവിയും കണ്ണും മൂക്കും ഒന്നും ഇല്ലല്ലോ അറിയാതിരിക്കാൻ. എല്ലാത്തിനും കാരണക്കാരി നിന്റെ മോള. അവളോട് ഞാൻ പറഞ്ഞതാ, തൽക്കാലം കണ്ണനും മഹാലക്ഷ്മിയൊക്കെ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി നിൽക്കാൻ. അപ്പോഴവള് സ്റ്റെപ്പിന്റെ മോളിൽ നിന്ന് ഗർഭിണിയായി അവളെ തള്ളി താഴെ ഇട്ടു. നിന്റെ മോളല്ലേ, ആ വിവരദോഷിയായ തള്ളയുടെ കൊച്ചുമോളല്ലേ. അപ്പോ അങ്ങനെയൊക്കെ ഉണ്ടായത് അത്ഭുതമില്ല. താൻ കൂടുതലൊന്നും പറയണ്ട വാമ. തന്റെ കയ്യിലിരിപ്പോണ്ട തന്റെ മോൻ മുകളിലോട്ട് നോക്കിക്കൊണ്ട് കിടക്കുന്നേ. എടാ, മേഘൻ അങ്ങനെ കിടന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് പല കാര്യങ്ങളിലും ഒരു തീരുമാനം ഉണ്ടായാലേ. ഒന്നും ഉണ്ടാവത്തില്ല. ഈ മാർക്കോ എന്ന് പറയുന്ന ഒരുത്തൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മേഘനെന്നല്ല ആർക്കും, കണ്ണനും മഹാലക്ഷ്മിക്കും ദോഷം ചെയ്യാൻ പറ്റത്തില്ല. അത് ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യ. നമ്മള് ആദ്യം ആ മാർക്കോയെ വകവരുത്തണമായിരുന്നു. അവൻ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ പലതും നടന്നേനെ. നീ ലോറി കയറ്റി വിശ്വാസനെ കൊന്നതുപോലെ അവനെ കൊല്ലാൻ ഞാൻ എന്താ? അങ്ങനെ മരിക്കുന്ന ഒരുത്തനായിരുന്നു അവനെങ്കിൽ ഞാൻ അവനെ എന്നെ കൊന്നേനെ. അവൻ ആയുസ് ഒരുപാടാ. തന്റെ മോൻ അവനെ ബൈക്ക് ഇടിച്ച് തെറിപ്പിച്ചില്ലേ? എന്നിട്ട് എന്ത് പറ്റി? അവനിപ്പോ ഉഷാറായിട്ട് നടക്കുന്നു. തന്റെ മോനോ ജീവിക്കോ മരിക്കോ എന്നറിയാതെ മോളിലോട്ട് ഇങ്ങനെ മിഴിച്ചു നോക്കിക്കൊണ്ട് കിടക്കുന്നു. തെളിവൊന്നുമില്ലാത്ത കേസാ. ഞാൻ നിനക്ക് കൊട്ടേഷൻ തന്നെന്ന് നിനക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് നീ കോടതിയിൽ നിഷേധിച്ചാൽ ഇതൊരു സാധാരണ ആക്സിഡന്റ് ആയിട്ട് കോടതി വിധി എഴുതും. അതെങ്ങനെയാ? ഇതിപ്പോ നമുക്ക് മാത്രമല്ലോ, പോലീസുകാർക്കും അറിയാലോ. നമ്മൾ അവരോട് കുറ്റം സമ്മതിച്ചല്ലേ? എടാ, അത് പോലീസ് തല്ലിയപ്പോ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതെന്ന് പറഞ്ഞാ മതി. ഇത്രയെങ്കിലും സഹായം നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. എന്തൊക്കെ പറഞ്ഞാലും ഇനി രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. കണ്ണനും അവന്റെ കൂട്ടുകാരൻ അനന്തും ഒക്കെ ബുദ്ധിയില്ലാത്തവരൊന്നും അല്ല. എന്തായാലും ഉള്ള വരുമാനം കൂടെ നിലച്ചു. ഇനി എന്റെ ഭാര്യയും മക്കളും ഒക്കെ എങ്ങനെ ജീവിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ സീമന്തിനി സ്വാതിയുടെ കല്യാണത്തെ പറ്റി ഏതു നേരവും പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ കൂടെ അതങ്ങ് നടത്തിയിരുന്നെങ്കിൽ എന്തെങ്കിലും മെച്ചം ഉണ്ടായേനെ. അതിനു പകരം താൻ തന്റെ മോളെ കണ്ണന്റെ പുറകെ വിട്ടില്ലേ കുറച്ചാള്? ഇടോ, ആര് വിചാരിച്ചാലും കണ്ണനെയും മഹാലക്ഷ്മിയും നമുക്ക് വേർപെടുത്താൻ പറ്റില്ല. അവരെ ദൈവം കൂട്ടി യോജിപ്പിച്ച ആ സത്യം ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. കണ്ണന്റെ ജീവിതത്തിലോട്ട് അവള് വന്നതാ നമ്മുടെ എല്ലാം തകർച്ചയ്ക്ക് കാരണം. ആ ബന്ധം നീ തന്നെയല്ലേ ചെയ്തു വെച്ചത്? ഇനി അനുഭവിച്ചോ.